ഡിയർ സെയിൽസ് പേഴ്സൺ, 4 ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഒന്ന്, ബഡ്ജറ്റ് കസ്റ്റമർ. ഇവരെപ്പോഴും പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം പ്രോഡക്റ്റിൻ്റെ വാല്യൂ ഇവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇവരതൊന്നും ശ്രദ്ധിക്കില്ല. അവർക്ക് എപ്പോഴും ചീപ്പ് പ്രൈസിൽ പ്രോഡക്റ്റ് കിട്ടണം. അവരെപ്പോഴും ഡിസ്കൗണ്ടിനെ പറ്റി ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എത്രത്തോളം പ്രോഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളെ കോമ്പറ്റീറ്റർ ചീപ്പ് പ്രൈസുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരതിലേക്ക് പോകും. രണ്ടാമത്തേത് ടഫ് കസ്റ്റമർ. ഇക്കൂട്ടരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ക്ലോസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അവർ ക്ലോസ് ആകില്ല, അവർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യില്ല. അവരെപ്പോഴും ഒരു ഡിഫൻസീവ് മെൻറ്റാലിറ്റിയിലായിരിക്കും. ഈ പ്രോഡക്റ്റ് എങ്ങനെ പർച്ചേസ് ചെയ്യാതിരിക്കാം എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ വിലപ്പെട്ട സമയവും എനർജിയും ഇവർ നഷ്ടപ്പെടുത്തും. മൂന്നാമത്തേത് ഈസി കസ്റ്റമർ. ഈസി കസ്റ്റമറുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സെയിൽസ് കോൺവെർസേഷനിൽ ഏർപ്പെടുന്ന ഉടൻ തന്നെ അവർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കും. നിങ്ങളെ കൊണ്ട് പ്രോഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യിക്കാനൊന്നും അവർ മെനക്കിടില്ല. അവർക്ക് എത്രയും വേഗം പ്രോഡക്റ്റ് വേണം. ഏറ്റവും എളുപ്പത്തിൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു കൂട്ടരാണ് ഇവർ. പക്ഷേ ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽപ്പനയ്ക്ക് ശേഷം ആഫ്റ്റർ സെയിൽസ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യുന്നതും ഇവരായിരിക്കും. ഇവർ നമ്മൾക്കൊരു തലവേദനയായിരിക്കും. നാലാമത്തെ കസ്റ്റമർ ക്വാളിറ്റി കസ്റ്റമർ. ഇവരാണ് ഒരു സെയിൽസ് പേഴ്സൺ ഏറ്റവും ആഗ്രഹിക്കുന്ന കസ്റ്റമർ. ഇവർ കൃത്യമായിട്ട് പ്രോഡക്റ്റിനെ കുറിച്ച് കേൾക്കാൻ തയ്യാറാകും. നമ്മൾ കൊടുക്കുന്ന വാല്യൂ കൃത്യമായിട്ട് ഇവരിലേക്ക് ഡെലിവർ ചെയ്യപ്പെടും. അവർ റൈറ്റ് പ്രോഡക്റ്റ് ചൂസ് ചെയ്യും, അവർ പർച്ചേസ് ചെയ്യും. മാത്രമല്ല ഇവരിൽ നിന്നായിരിക്കും നമുക്ക് ഫ്യൂച്ചറിൽ റെഫറൻസ് സെയിലുകളൊക്കെ ലഭിക്കുന്നത്. ഇവർ നമ്മുടെ കമ്പനിയുടെയും നമ്മുടെയും ഒരു വെൽ വിഷേഴ്സും ആയിരിക്കും.